ദയൂബന്ദിൽ ദാറുൽ ഉലൂമിൽ നിന്നും പഠനം പൂർത്തീകരിച്ച എറണാകുളം ജില്ല പല്ലാരിമംഗലം സ്വദേശി അബുൽ കലാം മൗലവി അൽ ഖാസിമി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഊസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവന് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഇനിയുള്ള കാലങ്ങളെല്ലാം അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ, അതിൻ്റെ കിഴക്കേ അറ്റം കോതമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെട്ട പല്ലാരിമംഗലം എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. എറണാകുളം ജില്ലയിലാണ് ഞാൻ ഓതിയതും ജോലി ചെയ്തിട്ടുള്ളതും. 3-4 സുന്നിപ്പള്ളികളിൽ 4 വർഷം വീതം 3.5 വർഷം വീതം ജോലി നോക്കിയിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ആ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. എന്നെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഇസ്തിഗാസയാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് മലയാളത്തിലും അറബിയിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഉദ്ധരണികളും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞത് അനുചിതമായി പോയി എന്ന സംസ്ഥാന മൗലവിയുടെ ധീരമായ പ്രസംഗവും എന്നെ അലട്ടി. ഒരൊറ്റ നബിയും ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഈ മുജാഹിദുകാരാണ് അങ്ങനെയുള്ള മുദ്രാവാക്യം ഇവിടെ ആദ്യമായി മുഴക്കിയത് എന്നും മൂവാറ്റുപുഴയിൽ അദ്ദേഹം വന്ന് സംസാരിച്ച സംസാരം എൻ്റെ മനസ്സിൽ വളരെയധികം വിഷമം സൃഷ്ടിച്ചു. അതുമുതൽ ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ വ്യക്തമായ നിലയിൽ ഖുർആനും സുന്നത്തും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിനോടല്ലാതെ മറ്റാരോട് പ്രാർത്ഥിച്ചാലും അത് ഷിർക്കാണ് എന്നും ഷിർക്ക് ചെയ്യുന്നവൻ കാലാകാല നരകത്തിലാണ് എന്നും വളരെ വ്യക്തമായ നിലയിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി ഈ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പറന്തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇതാണല്ലോ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഓരോ പ്രാദേശിക ഔലിയാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പേരും. ഞങ്ങളുടെ ആ ഭാഗത്തേക്കാണെങ്കിൽ കാഞ്ഞിരമറ്റ മൗലിയ, എങ്കിലും മുഹിയുദ്ദീൻ ഷെയ്ഖും മമ്പറന്തങ്ങളും ബദരികളും മൊത്തത്തിലുണ്ട്. തൊടുപുഴ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ വെല്ലുട്ടിപ്പള്ളി, ഇങ്ങനെ ഓരോ ഇതുപോലെ ഈ പ്രദേശത്തും കാണും. ഞാനപ്പോൾ ചിന്തിച്ചു, റഹ്മാനെ, മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് ഹിജ്റ വർഷം 471 ഇവിടെ ജനിച്ച് 91 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുഹിയുദ്ദീൻ ഷെയ്ഖ് നീ എന്നെ കാക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബുദ്ധിയുള്ള ആരും അത് സമ്മതിക്കില്ല. 471 അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഹിജ്റ 1 മുതൽ കഴിഞ്ഞുപോയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളാകുന്ന സ്വഹാബി വര്യന്മാരും താബിഈങ്ങളും തബഉ താബിഈകളും ഇവരെല്ലാവരും 471 കൊല്ലത്തോളം ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ആരോടാണ്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാ 91 കൊല്ലം ഇവിടെ ജീവിച്ചപ്പോൾ അദ്ദേഹവും പ്രാർത്ഥിച്ചു. അതും ആരോടാണ്? ഇതൊക്കെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിനോടാണ്. അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഫുതുഹുൽ ഗൈബ് 50-ാമത്തെ പേജ്,
വൽയകുല്ലക മസ്ഊലുൻ വാഹിദുൻ വമുഅ്തിൻ വാഹിദുൻ വമർജുവുൻ വാഹിദുൻ വമഖൂഫുൻ വാഹിദുൻ വമൗജൂദുൻ വാഹിദുൻ വഹിമ്മത്തുൻ വാഹിദുൻ വഹുവ റബ്ബുക അസ്സ വജല്ല. വൽയകുല്ലക നിനക്കുണ്ടാകട്ടെ മസ്ഊലുൻ വാഹിദുൻ ഒരേ ഒരു ചോദ്യകർത്ത, ഒരാളോടെ നീ ചോദിക്കാവൂ. നിനക്ക് തരുന്നവനും ഒരാളാണ്, നിന്റെ പ്രതീക്ഷയും ഒരാളോടെ നീ വെക്കാവൂ. നീ പേടിക്കേണ്ടതും ഒരാളെ മാത്രം, എന്നെന്നും ഇവിടെ നിലനിൽക്കുന്നവനും അല്ലാഹു മാത്രം. ഇതാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? വഹുവ റബ്ബുക അസ്സ വജല്ല, ഉന്നതനായ മഹാനായ നിന്റെ രക്ഷിതാവാണ് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഫുതുഹുൽ ഗൈബ് 137 പേജിൽ ഫലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നിനക്ക് പ്രയാസങ്ങൾ വരുന്ന അവസരത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നീ അവലാതി പറയരുത്. വലാ തദ്ഹറന്ന ലജറ ലി അഹദിൻ വലാ തത്തഹിമന്ന റബ്ബക ഫീ ബാത്തിനിക, നിന്റെ ഇല്ലായ്മയും നിന്റെ വിഷമവും നിന്റെ പ്രയാസവും ആരുടെ മുമ്പിലും നീ വെളിവാക്കരുത്. നിന്റെ റബ്ബിനെ സംബന്ധിച്ച് ലാഹിറിലാകട്ടെ ബാത്തിനിലാകട്ടെ നീ തെറ്റിദ്ധരിക്കരുത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയാൻ, നീ ക്ഷമിച്ചോ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമ പോലെ, ഇല്ലെങ്കിൽ അതിലപ്പുറമായി നീ ക്ഷമിച്ചോ, നിനക്ക് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. ഈ രീതിയിലുള്ള തൗഹീദ് നിറഞ്ഞ സംസാരങ്ങളാണ് മഹാനായ ആ പുണ്യാത്മാവ് മുഹ്യിദ്ദീൻ ശിഹ് റഹ്മത്തുള്ളാ ഈ സമുദായത്തിനെ പഠിപ്പിച്ചതും അദ്ദേഹത്തിന്റെ പ്രബോധിതരായ ജനങ്ങളോട് അദ്ദേഹം ഉപദേശിച്ചതും. അതിന് വിരുദ്ധമായി ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്നെ ആരെങ്കിലും വിളിച്ചാൽ വായ് കൂടുന്നതിന് മുമ്പ് ഉത്തരം ഞാൻ നൽകുമെന്ന് അദ്ദേഹത്തിന്റെ മേൽ കളവ് പറഞ്ഞതാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമസ്തയുടെയും ഞങ്ങളുടെ ഭാഗത്തുള്ള ദക്ഷിണയുടെയും, ഈ ഭാഗത്ത് ദക്ഷിണയില്ല, ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ ബോർഡുകളുടെ പുസ്തകങ്ങളും ഇവരെല്ലാം പഠിപ്പിച്ചു വിടുന്ന രീതികളുമെല്ലാം നാം വ്യക്തമായ നിലയിൽ ഒന്നുകൂടി റിസർച്ച് ചെയ്ത് പഠിക്കാൻ തയ്യാറായപ്പോൾ അതിൽ പഠിപ്പിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ഖുർആനിനും സുന്നത്തിനും എതിരാണ്. ഒരു പുസ്തകത്തിൽ കാണാം 2ാം ക്ലാസ്സിലെ സീറ എന്ന പുസ്തകത്തിന്റെ 1ാം പാഠം, ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നബി തങ്ങളുടെ പ്രകാശത്തെയായിരുന്നു. ഇങ്ങനെ സമസ്തയിലും കാണാൻ സാധ്യതയുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന 4700 നമ്പർ ഹദീസിൽ കാണുന്നു, അള്ളാഹു ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് പേനയായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് പേനയായിരുന്നു. സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ബിദ്അത്ത് ജമാഅത്ത് പറയുന്നു, അള്ളാഹു ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് നബിയുടെ പ്രകാശമായിരുന്നു, പേനയായിരുന്നു എന്ന ഹദീസിന്റെ അവസാനം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അതിന്റെ അവസാനം ഇങ്ങനെയും കൂടി പറയുന്നു, അള്ളാഹു ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ് എന്ന വിശ്വാസമില്ലാതെ ആരെങ്കിലും മരിച്ചാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. വളരെ ഗൗരവമാണ് ഈ വാക്ക്. കൂടുതൽ അറിവിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലാത്ത സാധാരണ ആളുകൾ നബിയുടെ പ്രകാശമായിരുന്നു എന്ന അവസ്ഥയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 100 കാര്യങ്ങൾ സമസ്തയുടെ ബുക്കിൽ കാണാം. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് റബീഉൽ അവ്വൽ 12ന്റെ രാവ്, പുണ്യമുള്ള രാവ്, പ്രത്യേകമുള്ള രാത്രി എന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ ഒന്നാമത് പറയുന്നത് റബീഉൽ അവ്വൽ 12. അതിനുശേഷമാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. അള്ളാഹു പറഞ്ഞു 1000 മാസം എന്നല്ല, 1000 മാസത്തിനേക്കാൾ പ്രതിഫലമുള്ള, 1000 മാസം എന്ന് പറയുമ്പോൾ തന്നെ 80 വർഷവും 4 മാസവും നീണ്ടു നിൽക്കുന്ന അതിനേക്കാൾ പുണ്യം നിറഞ്ഞ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ഈ കാൾ എന്നതിന് ഒരു പരിധിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതിനേക്കാൾ പ്രത്യേകത ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകത റബീഉൽ അവ്വൽ 12 എന്ന് ഖുർആനിനെതിരായി പഠിപ്പിക്കുന്നു. ഇങ്ങനത്തെ 100 പ്രശ്നങ്ങൾ. ഖബറുമായി ബന്ധപ്പെട്ട് ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും മനുഷ്യരെ മുസ്ലിമീങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ഈ സംഘടനകളാണ്. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. ഇമാം മാലിക് റഹ്മത്തുള്ളാ തന്റെ മുവത്തയിൽ 416 നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രതിമയാക്കരുതേ, വിഗ്രഹമാക്കരുതേ. എന്തിനാ നബി ഇങ്ങനെ ദുആ ചെയ്തത്? ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറും, അഥവാ ഖബറിന് അള്ളാഹുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഖബറിനോട് ചെയ്താൽ അത് പ്രതിമയായി മാറും.
അള്ളാഹുവേ എന്റെ ഖബർ നീ അങ്ങനെ ആക്കരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. കാരണം എന്താ? ഇസ്തബ്ദ ഗളബുള്ള, പടച്ച തമ്പുരാന്റെ ദേഷ്യം ശക്തമായിരിക്കുന്നു അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, പ്രവാചകന്മാരുടെയും സച്ചരിതരായ ആളുകളുടെയും ഖബറുകളെ സുജൂദിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുടെ മേൽ. ഇത് നമുക്കൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാ മക്ബറകളിലും സുജൂദിന്റെ സ്ഥാനങ്ങളായി മാറിയിരിക്കുന്നു. എത്ര കണ്ട് ഇവർ ശിർക്ക് ചെയ്താലും ശിർക്കാണ് ഈ ചെയ്യുന്നത് എന്ന് ഇവരുടെ സംഘടനാ നേതാക്കന്മാരോ പണ്ഡിതന്മാരോ സമ്മതിക്കില്ല. അതും അള്ളാഹു പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വയൗമ നഹ്ശുറുഹും ജമീഅ, എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്ത ആളുകളോട് ഞാൻ പറയും, ഐന ശുറകാഉക്കും, എവിടെ നിങ്ങൾ എന്നോടൊപ്പം പങ്കുകാരാക്കി ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ആളുകൾ എവിടെ? അല്ലദീന കുന്തും തസ്ഉമൂൻ, എന്റെ പങ്കാളികളാണെന്ന് എന്റെ അടുക്കൽ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്ത് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും എന്ന് നിങ്ങൾ വാദിച്ചിരുന്നവരെവിടെ? സുമ്മ ലം തകും ഫിത്നതുഹും ഇല്ലാ അൻ ഖാലു വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ. കണ്ടോ, സൃഷ്ടാവായ രക്ഷിതാവിനോട് തന്നെ ശിർക്ക് ചെയ്ത ആളുകൾ പറയുന്നു. സുമ്മ ലം തകും ഫിത്നതുഹും, പിന്നീട് അവരുടെ ഗതികേട് ഇല്ലാ അൻ ഖാലു, അവരിങ്ങനെ പറയലായിരിക്കും, വല്ലാഹി റബ്ബിനാ, പടച്ചോനാണ് അല്ലാഹുവേ, ഞങ്ങൾ മാ കുന്നാ മുശ്രികീൻ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശിർക്കേ ചെയ്തിട്ടില്ല. ലോകത്തിന്റെ സൃഷ്ടാവ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നാളെ മഹ്ശറയിൽ പറയുന്നു, എനിക്ക് നിങ്ങൾ ജൽപ്പിച്ച എന്റെ പങ്കുകാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ സംബോധിതനായ ജനത പറയുകയാണ്, വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ, പടച്ചോനെ ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടേ ഇല്ല. ഇന്നും അങ്ങനെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ ഈ ചെയ്യുന്നത് ശിർക്കല്ല. അതിന് മറുപടിയായി അള്ളാഹു പറയുന്നു പരിഹാസപൂർവ്വം, ഉൻളുർ കൈഫ കദബു അലാ അൻഫുസിഹിം വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. ഉൻളുർ, ഒന്ന് നോക്കിക്കേ നിങ്ങൾ, കൈഫ കദബു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിന്റെ മേൽ യവന്മാർ കള്ളം പറയുന്നു. എന്റെ കാരണം വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ ഭാവിച്ചു വച്ചിരുന്നത്, അവർ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്നൊക്കെ അവർ വിചാരിച്ചിരുന്നതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നവർക്ക് യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല പടച്ചവനെ എന്ന് പറയലല്ലാതെ അവർക്ക് വേറെ ഒരു നിർവാഹവുമില്ല എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്ത് അൻആം 22, 23, 24 വചനങ്ങൾ. സമസ്തയുടെ പ്രഗത്ഭനായ ഒരു നേതാവുമായി ഞാനും നൂറുദ്ദീൻ അബ്ബാദ് ആരിമിയും കളമശ്ശേരിയിൽ വെച്ച് ചെറിയൊരു ചർച്ച നടന്നു. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. അതിൽ ഇസ്തിഗാസയാണ് ചർച്ച. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി ഓതിക്കൊണ്ട് അദ്ദേഹം അത് സ്ഥിരപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അതിലെന്താ പ്രശ്നം? അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി ബുഖാരി ശരീഫിന്റെ 3371 നമ്പർ ഹദീസാണ്, അതിനൊരു പ്രശ്നവുമില്ല, ഹദീസ് സ്വഹീഹ. അദ്ദേഹം പറഞ്ഞു, കണ്ട പുണ്യാത്മാക്കളോട് ഞാൻ കാവല് ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സ്ഥലത്തും അങ്ങനെ അർത്ഥമില്ല. ഏതെങ്കിലും ഫൽസഫക്കാരോ ജ്യോതിഷ പണ്ഡിതന്മാരോ ഏതെങ്കിലും ഗണിത പണ്ഡിതന്മാരോ അങ്ങനെ അർത്ഥം പറഞ്ഞുവെങ്കിൽ സുന്നികൾക്ക്, മുസ്ലിങ്ങൾക്ക്, അഹ്ലു സുന്നത്തിന് അത് ബാധകമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അത് ബാധകമാണ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി പറഞ്ഞുകൊണ്ട് ഇമാം റാസി അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നും ഈ കിതാബിൽ ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എങ്കിലും റാസി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാമെന്ന് അദ്ദേഹം വാദിച്ചു. നമ്മളതിന് മറുപടിയായി പറഞ്ഞു, റാസി ഇമാം അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഭിപ്രായമായിട്ടോ അല്ല അദ്ദേഹം അതവിടെ അവതരിപ്പിച്ചത്. ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. മാത്രവുമല്ല, അതിനുശേഷം അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും കാവല് ചോദിച്ചത് പടച്ചതമ്പുരാനോട് മാത്രമായിരുന്നു എന്നും തൗഹീദിലേക്ക് ഇറങ്ങിയവന് കാവല് ചോദിക്കാൻ പടച്ചതമ്പുരാനെ അല്ലാതെ വേറെ ആരെയും കാണാൻ സാധ്യമല്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, എങ്കിലും ഇമാം റാസി അങ്ങനെ അവിടെ പറയുന്നത് കൊണ്ട് നമുക്കത് ചെയ്യാം. ഇങ്ങനെയാണ് സമസ്തയുടെയും മറ്റു മുഴുവൻ പണ്ഡിതന്മാരുടെയും ഇവിടെ നിലവിൽ സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ പറയപ്പെടുന്ന മുഴുവൻ ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും പണ്ഡിതന്മാരുടെ വാക്കുകൾ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കും മുഴുവൻ മുസ്ലിങ്ങൾക്കും എന്നല്ല മുഴുവൻ മനുഷ്യന്മാർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ പരമ്പരകളെയും അള്ളാഹു ഒരു കാരണക്കാരാക്കി അള്ളാഹു കബൂലാക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.